We are now going to the next part of breathing and exchange of gases. That is gas exchange. അപ്പോൾ ആ ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ gaseous exchange എങ്ങനെ നടക്കുന്നു, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, ബ്ലഡ് വഴി ബോഡി പാർട്സിലേക്ക് എങ്ങനെ എത്തും, ദെൻ ബോഡി പാർട്സിൽ നിന്ന് ബ്ലഡ് തിരിച്ച് ആൽവിയോളയിലേക്ക് എങ്ങനെ എത്തും, ഇതൊക്കെയാണ് gaseous exchangeൽ കാണാൻ പോകുന്നത്. സോ gas exchange occurs between alveoli and blood. അപ്പോൾ ആദ്യം തന്നെ ബ്രീത്ത് ചെയ്ത് ഓക്സിജൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് എത്തി നിൽക്കുന്നത് ലങ്സിലാണ്. ആൻഡ് ദ ലങ്സിലുള്ള എയർ സാക്സ് ആണ് ആൽവിയോളൈ. സോ gaseous exchange ഫസ്റ്റ് നടക്കുന്നത് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ആൽവിയോളയാണ്. ആൽവിയോളയിൽ എത്തിക്കഴിഞ്ഞാൽ, ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത് ബിറ്റ്വീൻ ആൽവിയോളൈ ആൻഡ് ബ്ലഡ്. ആൽവിയോളയിലുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് കൊടുക്കുന്നു, ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളയിലേക്ക് കൊടുത്ത് അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് gaseous exchange occurs between blood and tissues. അപ്പോൾ ബ്ലഡ് ഈ ഓക്സിജൻ ക്യാരി ചെയ്ത് ടിഷ്യൂസിലേക്ക് എത്തിച്ച് അവിടെ മെറ്റബോളിക് റിയാക്ഷൻസിന് യൂസ് ചെയ്യുന്നു. സോ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഓക്സിജൻ ടിഷ്യൂസിലേക്ക് കൊടുത്ത് ദ കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഇസ് ഫോംഡ് in the tissues after the metabolic reactions, it is given back to the blood. അപ്പോൾ ഇങ്ങനെയാണ് gaseous exchange നടക്കുക അവിടെ. Alveoli are the primary sites of gaseous exchange. Primary sites alveoli ആണ്. അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് നടക്കുക. then what is simple diffusion? നിങ്ങൾക്ക് അറിയാം ഡിഫ്യൂഷൻ എന്താണ്. റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നടക്കുക. സോ ഹിയർ ദ ഓക്സിജൻ എവിടെയാണോ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് സെയിം വേ ദ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ്മെന്റ് നടക്കുന്നു. അപ്പോൾ ഈ gaseous exchange നടക്കുന്ന ഈ പ്രോസസ്സ് ഇതിലെല്ലാം സിമ്പിൾ ഡിഫ്യൂഷൻ വഴി തന്നെയാണ് എക്സ്ചേഞ്ചസ് നടക്കുക. സോ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. നമുക്കറിയാം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നമ്മൾ കണ്ടതാണ്. Then solubility of gases, thickness of membranes, surface area of respiratory membrane, ലങ്സിൻ്റെ സർഫസ് ഏരിയ. ഇതൊക്കെയാണ് ഗ്യാസ് എക്സ്ചേഞ്ചിനെ ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ചസ് നടക്കുക. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ ഗ്യാസ് എക്സ്ചേഞ്ച്. സോ ഫസ്റ്റ് ഈസ് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ വാട്ട് ഈസ് ഇറ്റ്? പ്രഷർ ഓർ പാർഷ്യൽ പ്രഷർ. ദ ഇൻഡിവിജ്വൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ ഗ്യാസ് മിക്സ്ചർ ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ ഒരു നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ എടുക്കുമ്പോൾ അതിൽ ഒരു ഗ്യാസ് മാത്രമല്ല, ഓക്സിജൻ മാത്രമൊന്നും ആവില്ല. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ഗ്യാസസ് അതിലുണ്ടാവും. ആ കോമ്പിനേഷൻ ഓഫ് ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് മിക്സ്ചറിലെ ഒരു ഗ്യാസിൻ്റെ പ്രഷർ ആണ് അതിൻ്റെ പാർഷ്യൽ പ്രഷർ. സോ ആ കോമ്പിനേഷൻ ഓഫ് ഗ്യാസിൽ ഓക്സിജൻ്റെ പ്രഷറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഓരോ റീജിയൻസിലും ഓരോ പ്ലേസസിലും ഗ്യാസ് എക്സ്ചേഞ്ചസ് നടക്കുന്ന ഓരോ പ്ലേസസിലുമുള്ള ഓരോ ഗ്യാസസിൻ്റെയും മെയിൻലി നമ്മൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മാത്രമേ നമ്മൾ കണക്കിലെടുക്കുന്നുള്ളൂ. അതിൻ്റെ പാർഷ്യൽ പ്രഷറാണ് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ സി അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ PO2, സ്മോൾ PO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാണ് റീഡ് ചെയ്യുക. ഈ P പാർഷ്യൽ പ്രഷറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മില്ലിമീറ്റർ മെർക്കുറിയിലാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. 159 ആണ് അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ. അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറോ 0.3. അപ്പോൾ നോർമലി കൂടിയ സ്ഥലത്ത് നിന്ന് കുറവ് സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് നടക്കാം. ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ 104 ആണെങ്കിൽ ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 40 ആണ്. അപ്പോൾ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലാണ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അറ്റ്മോസ്ഫിയറും ആൽവിയോളയും തമ്മിലെ ഗ്യാസ് എക്സ്ചേഞ്ചിൽ 159 ആണ് കൂടിയ വാല്യൂ. സോ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നാണ് ആൽവിയോളയിലേക്ക് ഓക്സിജൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇവിടെ തിരിച്ചുമാണ്, കാരണം ആൽവിയോളയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ പാർഷ്യൽ പ്രഷർ അനുസരിച്ചാണ് മൂവ്മെൻറ്റ് നടക്കുക. അതാണ് പ്രഷർ. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവ് സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്, അത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും, 40 ആണ്. ഓക്സിജനൽ ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 95 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. അപ്പോൾ ഇതിൽ ഓക്സിജൻ കയറിയപ്പോഴാണ് അത്
95 ആയത്. ദെൻ ടിഷ്യൂസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 40 ആണ്. അപ്പോൾ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് ഓക്സിജൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നു. അതേപോലെ തന്നെ 45 എന്ന വാല്യൂ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ടിഷ്യൂസിലാണ് കൂടുതൽ, അവിടെ നിന്ന് ബ്ലഡിലേക്കും അത് മൂവ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ പാർഷ്യൽ പ്രഷർ അനുസരിച്ചാണ് ഗ്യാസ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഗ്യാസ് മൂവ്മെൻറ്റ്, ഗ്യാസ് എക്സ്ചേഞ്ചസ് നടക്കുക. ഇനി ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ്. അതിൽ ഹാർട്ട് ഉണ്ട്, ആൽവിയോളെ കാണിക്കുന്നു. ഇൻസ്പയർഡ് എയർ, ഇൻസ്പയർഡ് എന്ന നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ എയർ, അതിൽ ആൽവിയോളാർ എയറിൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 104 millimeter ഓഫ് മെർക്കുറിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് 40 millimeter ഓഫ് മെർക്കുറിയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊടുക്കുന്നു, ഓക്സിജൻ അകത്തേക്ക് കയറി ബ്ലഡ് വഴി പൾമനറി വെയിൻ വഴി എവിടേക്ക് എത്തുന്നു, പൾമനറി വെയിനിലേക്ക് പോയി ദെൻ അവിടെ നിന്ന് സിസ്റ്റമിക് ആർട്ടറീസ് വഴി, അതൊരു സർക്കുലേഷനാണ്, എത്തുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സിസ്റ്റമിക് വെയിൻസ് വഴി വീണ്ടും പൾമനറി ആർട്ടറി വഴി പുറത്തേക്ക് ആൽവിയോളസിലേക്ക് എത്തി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ദിസ് ഇസ് ദ ലങ്സിനെ റെപ്രസെൻ്റ് ചെയ്യണം. ആൽവിയോളസ് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ലങ്സിലുള്ള എയർ സാക്കാണ്. അവിടെ നിന്ന് ആൽവിയോളസിൽ എത്തിയ ഓക്സിജൻ പൾമനറി വെയിൻ വഴി ഹാർട്ടിലേക്ക് എത്തി, ഹാർട്ട് വീണ്ടും അത് പമ്പ് ചെയ്ത് സിസ്റ്റമിക് ആർട്ടറീസ് വഴി ഓരോ ബോഡി പാർട്സിലേക്ക് എത്തിക്കും. അവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് വീണ്ടും ക്യാരി ചെയ്ത് പൾമനറി ആർട്ടറി വഴി ഇറ്റ് റീച്ചസ് ദ ലങ്സ്, ആൽവിയോളസ് ഓഫ് ദ ലങ്സ്. Partial pressure of oxygen in alveoli is more than that in blood capillaries. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അത് ആ ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. എവിടെയാണോ കൂടുതൽ പാർഷ്യൽ പ്രഷർ അവിടെ നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് നടക്കുന്നു. സോ ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ ടു കാപ്പിലറി ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷൻ നടക്കുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ഡി ഓക്സിജൻ്റെ ബ്ലഡിൽ കൂടുതലാണ് ദാൻ ഇൻ ആൽവിയോളൈ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് അല്ലെങ്കിൽ ആൽവിയോളയുടെ സിംഗുലർ വേർഡാണ് ആൽവിയോളസ്, ആ എയർ സാക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. Now next important factor which affect the gas exchange is solubility of gases. Solubility of carbon dioxide is 20 to 25 times higher than that of oxygen. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിബിലിറ്റി ഓക്സിജനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഉണ്ടാവണേ, ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഏറ്റവും ഈസിലി ഡിഫ്യൂസ് ചെയ്ത് വരുന്നത്. ദെൻ തിക്നെസ് ഓഫ് മെംബ്രെയിൻ, അപ്പോൾ ഏത് മെംബ്രെയിനിൽ കൂടെയാണോ ഡിഫ്യൂഷൻ നടക്കുന്നത് ആ മെംബ്രെയിൻ്റെ തിക്നെസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ഡിഫ്യൂഷൻ മെംബ്രെയിൻ മെയിൻലി ഇത് ആൽവിയോളസും ബ്ലഡും തമ്മിലുള്ള ഡിഫ്യൂഷൻ മെംബ്രെയിനാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 layers. 3 layers ഉണ്ട് ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ. ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളയുടെ സ്ക്വാമസ് എപ്പിത്തീലിയം. ദെൻ എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസ്, ആൽവിയോളയിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന കാപ്പിലറീസിൻ്റെ എൻഡോത്തീലിയം. അതിൻ്റെ ഇടയിൽ ഒരു ബേസ്മെൻറ്റ് സബ്സ്റ്റൻസും ഉണ്ട്. അപ്പം അങ്ങനെ 3 ലെയേഴ്സിൽ കൂടെയാണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് നടക്കുക. ദെൻ സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. അപ്പോൾ ലങ്സിൻ്റെ സർഫസ് ഏരിയ ഓഫ് എ ഹ്യൂമൻ ലങ് ഈസ് ഈക്വൽ ടു എ ടെന്നീസ് കോർട്ട്. അത്രയും വലിപ്പമുണ്ട്, അത്രയും സർഫസ് ഏരിയ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് ആൽവിയോളൈ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് ലങ്സ്. അപ്പോൾ സർഫസ് ഏരിയ കൂട്ടാനുള്ള കാരണം ആൽവിയോളയുടെ പ്രസൻസ് ആണ്. ചെറിയ കുറേ എയർ സാക്സ് ഉണ്ട്, അതിൻ്റെ പ്രസൻസ് ആണ് സർഫസ് ഏരിയ കൂട്ടുക. സോ ദിസ് ഇൻക്രീസസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച്. ആൽവിയോള ഉള്ളതുകൊണ്ട് ഗ്യാസ് എക്സ്ചേഞ്ച് വളരെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നടക്കും. നെക്സ്റ്റ് വി ക്യാൻ സി ദ ഗ്യാസ് ട്രാൻസ്പോർട്ട്. ഗ്യാസസ് എക്സ്ചേഞ്ച് നടന്നു. ഇനി ഗ്യാസസ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഗ്യാസസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? It is a transport of respiratory gases from alveoli to the tissues and vice versa. ആൽവിയോളയിൽ നിന്ന് ടിഷ്യൂസിലേക്കും ടിഷ്യൂസിൽ നിന്ന് ആൽവിയോളയിലേക്കും തിരിച്ചുമുള്ള ആ ട്രാൻസ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 ഗ്യാസസും ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഫ്രം ലങ്സ് ടു ടിഷ്യൂസ്, അത് ബ്ലഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ട് ട്രാൻസ്പോർട്ട് നടക്കും. ഓക്സി ഹീമോഗ്ലോബിൻ അങ്ങനെയും ട്രാൻസ്പോർട്ട് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് ലങ്സിലേക്കാണ് നടക്കേണ്ടത്. അത് നടക്കുന്നത് ആസ് കാർബോണിക് ആസിഡ്, ആസ് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ആസ് ബൈ കാർബണേറ്റ്സ്. അപ്പം ഇങ്ങനെ 3 മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നു. ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് ബ്ലഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ടും ആസ് ഓക്സി ഹീമോഗ്ലോബിൻ, ഈ 2 മെത്തേഡിലാണ് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുക. സോ ഇൻ ഡീറ്റെയിൽ വി ക്യാൻ സീ ഹൗ oxygen gas is transported.
In physical solution, almost 3% of oxygen is carried by dissolving in plasma. Blood plasma dissolved ആയിട്ട് ഒരു 3% oxygen ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ആസ് ഓക്സിഹീമോഗ്ലോബിൻ 97%, ബാക്കി 97% ഓക്സിജനും ഹീമോഗ്ലോബിൻ വഴിയാണ്. ഹീമോഗ്ലോബിൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഇറ്റ് ഇസ് എ റെഡ് കളർ തരുന്ന പിഗ്മെന്റ് ആണ്, അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ഇൻ RBC. അപ്പോൾ ഹീമോഗ്ലോബിനിലേക്ക് അറ്റാച്ച് ചെയ്ത്, അതാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുക. Oxygen binds with hemoglobin in a reversible manner to form oxyhemoglobin. ഹീമോഗ്ലോബിന് 4 ഹീം യൂണിറ്റ്സ് ഉണ്ട്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഹീം യൂണിറ്റ്സ് ഉണ്ട്. ഈച്ച് ഹീം യൂണിറ്റ്സ് ക്യാൻ ക്യാരി ഓക്സിജൻ മോളിക്യൂൾ. ഹീം യൂണിറ്റ് എന്ന അയണിൻ്റെ യൂണിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ പറ്റും. അത് റിവേഴ്സിബിൾ മാനറിലാണ് ബൈൻഡിങ് നടക്കുക. കാരണം ആൽവിയോളയിൽ ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്താലും ടിഷ്യൂസിൽ ഇത് തിരിച്ച് ഓക്സിജനെ റിലീസ് ചെയ്യണം, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ റിവേഴ്സിബിൾ ആയിട്ടത് ഓക്സിജനെ റിലീസ് ചെയ്ത് ഹീമോഗ്ലോബിൻ ഫ്രീ ആവുന്നു, അതാണ് പ്രോസസ്. ബൈൻഡിങ് ഓഫ് ഓക്സിജൻ ഡിപ്പെൻഡ്സ് അപ്പോൺ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ pH, ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഓക്സിജൻ ഫോർമേഷൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്: partial pressure of oxygen, partial pressure of carbon dioxide, hydrogen ion concentration and temperature. In alveoli, alveoliലാണ് ആദ്യം ഫോർമേഷൻ ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യാം. ആൽവിയോളയിൽ ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അവിടെ ഏറ്റവും ഹൈ ആയിട്ട് വേണ്ടത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ മാത്രമാണ്. ബാക്കി 3 കമ്പോണൻസ്, 3 ഫാക്ടേഴ്സും ലോ ആയിരിക്കും. ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ലെസർ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആൻഡ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെ ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമേ അവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ആൽവിയോളയിൽ ഫോം ചെയ്യുള്ളൂ. കണ്ടീഷൻ 1, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആയിരിക്കണം, ബാക്കി 3 ഫാക്ടേഴ്സും ലോ ആയിരിക്കണം. ഇൻ ടിഷ്യൂസിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, കാരണം അവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ബ്രേക്ക് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യണം. അപ്പോൾ ഇൻ ടിഷ്യൂസ് ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആയിരിക്കും, ബാക്കി 3 ഫാക്ടേഴ്സും ഹൈ ആയിരിക്കും. High partial pressure of carbon dioxide, high hydrogen ion concentration, high temperature. So oxyhemoglobin dissociates to release oxygen. Oxygen release ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കുക. Every 100 ml of oxygenated blood can deliver around 5 ml of oxygen to the tissues under normal physiological conditions. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്തൊരു കണ്ടീഷനിൽ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡിന് ഓൾമോസ്റ്റ് 5 ml ഓക്സിജനെ ടിഷ്യൂസിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. ഇപ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിൻ്റെയും ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്ത ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു കർവിൽ, ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സിഗ്മോയിഡ് കർവ് obtained when percentage saturation of hemoglobin with oxygen is plotted against partial pressure of oxygen. അപ്പോൾ y-ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും x-ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിനും വിത്ത് ഓക്സിജൻ അത് പ്ലോട്ട് ചെയ്ത് ഇപ്പോൾ കിട്ടിയൊരു ഗ്രാഫാണ്, ഒരു സിഗ്മോയിഡ് കർവാണ്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റഡി ദ ഇഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എക്സെട്ര ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഫാക്ടേഴ്സ്, നമ്മൾ 4 ഫാക്ടേഴ്സ് കണ്ടു ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനെ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സിൻ്റെ ഇഫക്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഈ ഗ്രാഫ് യൂസ് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ 3 വേയിലാണ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പോൾ ഫസ്റ്റ്, ഇൻ ടിഷ്യൂസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഹൈ. അല്ലേ, ടിഷ്യൂസിലാണ് മെറ്റബോളിക് റിയാക്ഷൻസ് നടന്ന് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. സോ കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ അവിടെ കൂടുതലായിരിക്കും. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലോ. ടിഷ്യൂസിൽ ഓക്സിജൻ കുറവും കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. ബട്ട് ഇൻ ലങ്സിൽ എങ്ങനെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ലോ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ. ദിസ് ഫേവേഴ്സ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഫ്രം ടിഷ്യൂസ് ടു ലങ്സ്. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് നടക്കുന്നു. ഇനി കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് 3 മെത്തേഡിലാണ് ട്രാൻസ്പോർട്ട് നടക്കുക. ഫസ്റ്റ്, ആസ് കാർബോണിക് ആസിഡ്.
then as carb amino hemoglobin and as bicarbonate 3 വേസിൽ. അപ്പോൾ 7% ആണ് പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ട് പോവുക. ദെൻ 23% ഹീമോഗ്ലോബിനിൽ കമ്പൈൻ ചെയ്ത് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടും 70% ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടുമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. As carbonic acid in tissues, 7% of carbon dioxide is dissolved in plasma water to form carbonic acid and carry it to lungs. അപ്പോൾ ബ്ലഡ് പ്ലാസ്മയിൽ ഉള്ള വാട്ടറിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആയി കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഗിവ് കാർബോണിക് ആസിഡ്. ഓൾമോസ്റ്റ് 7% കാർബോണിക് ആസിഡ് ആയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുക. Then as carb amino hemoglobin, ഇത് 20 to 25% കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. വെൻ ഇറ്റ് റീച്ചസ് ദ ബ്ലഡ് റീച്ചസ് ദ ആൽവിയോളൈ എന്ത് സംഭവിക്കുക? ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബ് അമിനോ ഹീമോഗ്ലോബിനിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. Then as bicarbonate, about 70% of carbon dioxide is transported by or as bicarbonate. RBCയിലെ ഒരു എൻസൈം ഉണ്ട്, ഇറ്റ് ഈസ് കാർബോണിക് അൻഹൈഡ്രേസ് എന്ന എൻസൈം പറയുക. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി പ്രസന്റ് ഇൻ പ്ലാസ്മ ടു. അറ്റ് ടിഷ്യൂ സൈറ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ ഈ എൻസൈമിൻ്റെ സഹായത്തോടെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് ടു ഫോം കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്കറിയാം തിരിച്ചും ഒരേ പ്രോസസ് തന്നെ നടക്കാം. ബൈകാർബണേറ്റ് അയോണും ഹൈഡ്രജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓൾസോ ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം കാർബോണിക് അൻഹൈഡ്രേസ്. ഇൻ ആൽവിയോളൈ ദ അബവ് റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആൽവിയോളയിൽ എത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. Every 100 ml of deoxygenated blood delivers 4 ml of carbon dioxide to alveoli. 100 ml deoxygenated blood എന്ന ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിന് 4 ml കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയ്ക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും, കൊണ്ടെത്തിക്കാൻ സാധിക്കും. സോ നൗ വി ക്യാൻ സി ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. റെഗുലേഷൻ മീൻസ് കൺട്രോൾ, റെസ്പിറേഷൻ്റെ കൺട്രോൾ. ഇൻ ബ്രെയിനിലാണ് കൺട്രോൾ നമുക്കറിയാം അല്ലേ. ബ്രെയിനിൽ ദർ ആർ ഫോളോയിങ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ്. 3 റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഉണ്ട്. റെസ്പിറേറ്ററി റിതം സെൻറ്റേഴ്സ്, ന്യൂമോടാക്സിക് സെൻറ്റേഴ്സ് ആൻഡ് കീമോസെൻസിറ്റീവ് ഏരിയാസ്. ഈ 3 ഏരിയാസ് ആണ് കൺട്രോൾ ചെയ്യുക. റെസ്പിറേറ്ററി റിതം സെൻറ്റേഴ്സ് അവിടെ ഇൻസ്പിറേറ്ററി സെൻറ്ററും ഉണ്ട്, എക്സ്പിറേറ്ററി സെൻറ്ററും ഉണ്ട്. അതായത് ഇൻസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനും എക്സ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റേഴ്സും ഇതിലുണ്ട്. ഇറ്റ് ഈസ് സീൻ ഇൻ മെഡുല്ല ഒബ്ലങ്കേറ്റ. ബ്രെയിനിലുള്ള മെഡുല്ല ഒബ്ലങ്കേറ്റയാണ് ഈ റെസ്പിറേറ്ററി റിതം സെൻറ്റർ കാണുക. ഇറ്റ് റെഗുലേറ്റ്സ് ദ റെസ്പിറേറ്ററി റിതംസ്. അപ്പോൾ ബ്രീത്തിങ്ങിന് തന്നെ ഒരു താളം ഉണ്ടെന്നാണ് പറയുക. ആ താളത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സെൻറ്ററാണ്, റെസ്പിറേറ്ററി റിതം സെൻറ്റർ. ഇറ്റ് ഈസ് സീൻ ഇൻ ദ മെഡുല്ല ഒബ്ലങ്കേറ്റ ഓഫ് ബ്രെയിൻ. ദ നെക്സ്റ്റ് ഈസ് ന്യൂമോടാക്സിക് സെൻറ്റർ. അത് കാണുന്നത് സീൻസ് ഇൻ പോൺസ് വെറോളി എന്നൊരു ഭാഗമുണ്ട്. അത് ഈ സ്വെൽഡ് പോർഷനാണ് പോൺസ് വെറോളി. അവിടെയാണ് ന്യൂമോടാക്സിക് സെൻറ്റർ കാണുക. ഇറ്റ് മോഡറേറ്റ്സ് ദ ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? പോൺസിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ റെസ്പിറേറ്ററി റിതം സെൻറ്ററിൻ്റെ ഫംഗ്ഷനെ ഒന്ന് മോഡറേറ്റ് ചെയ്യുക, അതിനൊന്ന് മോഡറേറ്റ് രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇമ്പൾസ് ഫ്രം ദിസ് സെൻറ്റർ റെഡ്യൂസസ് ദ ഡ്യൂറേഷൻ ഓഫ് റെസ്പിറേഷൻ ആൻഡ് ദെയർ ബൈ ഓൾട്ടർ റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു സിഗ്നൽ വന്നാൽ ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറയും. അങ്ങനെ റെസ്പിറേറ്ററി റേറ്റ്, നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റ് ചേഞ്ച് ആവും. നെക്സ്റ്റ് ഈസ് കീമോസെൻസിറ്റീവ് ഏരിയ. ഇറ്റ് ഈസ് സീൻ അഡ്ജസെൻറ്റ് ടു റിതം സെൻറ്റർ. റെസ്പിറേറ്ററി റിതം സെൻറ്ററിൻ്റെ വളരെ അടുത്തായിട്ടാണ് കീമോസെൻസിറ്റീവ് ഏരിയ കാണുക. ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അയോൺസ് ആക്ടിവേറ്റ്സ് ദ സെൻറ്റർ വിച്ച് ഇൻ ടേൺ സിഗ്നൽസ് റിതം സെൻറ്റർ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹൈഡ്രജൻ അയോണും കോൺസെൻട്രേഷൻ കൂടിയാൽ ഉടനെ തന്നെ അതിൻ്റെ സിഗ്നൽ റെസ്പിറേറ്ററി റിതം സെൻറ്ററിലേക്ക് എത്തുന്നു. റിസപ്റ്റേഴ്സ് ഇൻ ദ അയോർട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി ഓൾസോ റെക്കഗ്നൈസ് ചേഞ്ചസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ ആൻഡ് സെൻഡ് സിഗ്നൽസ് ടു റിതം സെൻറ്റർ. അപ്പോൾ കീമോ സെൻസിറ്റീവ് ഏരിയ മാത്രമല്ല,
അയോർട്ടിക് ആർച്ചിലും കരോട്ടിഡ് ആർട്ടറിയിലും, മെയിൻ ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി, ബ്രെയിനിലേക്ക് പോകുന്ന ആർട്ടറി, അവിടെയും ആ അയോർട്ടിക് ആർച്ചും കരോട്ടിഡ് ആർട്ടറിയും ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലും ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷന്റെയും വേരിയേഷൻസ് പെട്ടെന്ന് സെൻസ് ചെയ്യും. അവരും റെസ്പിറേറ്ററി റിതം സെന്ററിന് സിഗ്നൽസ് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആക്ച്വലി റെസ്പിറേഷനെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി റിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത് റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്. പിന്നെ ഇതിന് വേണ്ട ബാക്കിയുള്ള ഒരു കൺട്രോളാണ് ബാക്കി 2 ഏരിയാസും കൊടുക്കുള്ളൂ. റോൾ ഓഫ് ഓക്സിജൻ ഇൻ റെഗുലേഷൻ ഓഫ് റെസ്പിറേറ്ററി റിതം ഈസ് ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഓക്സിജന്റെ റോളിൽ കാര്യമായിട്ട് ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ബോഡിക്ക് ആവശ്യമില്ല, പോയ്സണിങ് വരെ ഉണ്ടാവാം അളവ് കൂടിയാൽ. അപ്പോൾ അതിന്റെ റോൾ അനുസരിച്ചാണ്, അളവനുസരിച്ചാണ് ആക്ച്വലി റെസ്പിറേറ്ററി റിതം കൺട്രോൾഡ് ആവുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സി ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ്. ഫസ്റ്റ് ഈസ് ആസ്മ. ആസ്മ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് causing wheezing due to inflammation of bronchi and bronchioles. അപ്പോൾ ബ്രോങ്കയും ബ്രോങ്കിയോൾസും പാർട്സ് നിങ്ങൾക്ക് അറിയാം. ഈ ഏരിയയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, ആ ഏരിയ വീർക്കുമ്പോൾ ഗ്യാസസ് പാസ് ചെയ്യാനുള്ള സ്ഥലം കുറയുന്നു. അപ്പോൾ ശ്വാസ തടസ്സം ഉണ്ടാവും. ഒരു വിസിലിംഗ് സൗണ്ടും അതിൻ്റെ കൂടെ ഉണ്ടാവും. വീസിങ്, ശ്വാസ തടസ്സം, ഒരു ശ്വാസം മുട്ട് എന്നൊക്കെ ഉണ്ടാവുന്നതാണ് ആസ്മ. ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നു. അപ്പോൾ റീസൺ ഇതാണ്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. നെക്സ്റ്റ് ഈസ് എംഫൈസീമ. ഇത് മെയിൻലി സിഗരറ്റ് സ്മോക്കിംഗ് വഴിയാണ് ഉണ്ടാവുക. നമ്മൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യണമെന്നില്ല. പാസീവ് സ്മോക്കർ ആയാലും വേറെ ആൾ അടുത്തുനിന്ന് ഒരാൾ സിഗരറ്റ് സ്മോക്ക് ചെയ്താലും ആ വരുന്ന പുക ശ്വസിച്ചാലും ഈ അസുഖം ഉണ്ടാവും. ഡാമേജ് ഓഫ് ആൽവിയോളർ വോൾസ്. അപ്പോൾ ആൽവിയോളസിൻ്റെ വോൾസിൽ ഡാമേജസ് ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായും റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയുന്നു. ഇതാണ് കാരണം. എംഫൈസീമ വന്ന ഒരു ലങ്സ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് സാധാരണ ഇങ്ങനെ എന്താ പറയുക, കല്ല് പൊട്ടിക്കുക, അല്ലെ പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക, അങ്ങനത്തെ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. സർട്ടൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് സോ മച്ച് ഡസ്റ്റ്, സോ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി കനോട്ട് കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. ലോങ് എക്സ്പോഷർ കോസസ് ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ്. അപ്പോൾ ഇങ്ങനെ എന്നും ഇതിനോട് എക്സ്പോഷർ ഉണ്ടെങ്കിൽ, ഡസ്റ്റ് പൊടി പടലങ്ങളുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതെങ്കിൽ അത് ആ ഏരിയാസ്, റെസ്പിറേറ്ററി ഏരിയാസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഫൈബ്രോസിസ് ഉണ്ടാവും, ഫൈനലി ലങ്സിൽ ഡാമേജ് ഉണ്ടാവും. വർക്കേഴ്സ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് മാസ്ക്. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കോവിഡിനൊക്കെ യൂസ് ചെയ്യുന്ന മാസ്ക് പോലെയുള്ള പ്രൊട്ടക്റ്റീവ് മാസ്ക് യൂസ് ചെയ്യുന്നതാണ് ഒരു പരിഹാരം. ഇത് ഹെൽത്തി ലങ്സും ഇത് ഫൈബ്രോയിഡ്സ് വന്ന ലങ്സുമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. So this is the end of the chapter.